ഹായ് ഫ്രണ്ട്സ്, കടുമാങ്ങയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക കൊണ്ടുള്ള റെസിപ്പിയാണ്, പാവയ്ക്ക ചില്ലി. അതെങ്ങനെ തയ്യാറാക്കണേ നോക്കാം. അതിലേക്ക് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കണം. ഇതൊരു ഞാൻ രണ്ട് പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഇതുണ്ടോ, നന്നായിട്ട് തിക്ക് കുറഞ്ഞ കനം കുറച്ച് നന്നായിട്ട് ഈ ഒരു വലിപ്പത്തിൽ സ്ലൈസ് ചെയ്തെടുത്താണ്. എത്ര കനം കുറയ്ക്കാൻ പറ്റുമോ അത്രയും നമ്മൾ കനം കുറയ്ക്കുക. ഇതൊരു 2 പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യമായ ചേരുവകൾ ഞാനൊരു നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുളക് പൊടി കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ട് 1 സ്പൂൺ നിറച്ചിടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, കോൺഫ്ലവർ ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ അടുപ്പത്ത് വയ്ക്കാം. അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഈ പാവയ്ക്ക ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. നന്നായി ചൂടായി വരട്ടെ. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്, നമുക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. അധികം എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അവർ ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിച്ചോളും. നമ്മൾ പൊട്ടറ്റോ ഒക്കെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണല്ലോ, അതേപോലെ തന്നെയാണ് പാവയ്ക്ക ചിലപ്പോൾ തോരനൊക്കെ വെച്ചാൽ കയ്പ്പായതുകൊണ്ട് പിള്ളേർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. ഇത് കണ്ടില്ലേ, ഏകദേശം മൂപ്പാവാറായിട്ടുണ്ട്. 2 മിനിറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷം ഒരു ഇച്ചിരി ബ്രൗൺ കളർ ആവട്ടെ, എന്നിട്ട് നമുക്ക് കോരിയെടുക്കാം. നമുക്കിത് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് വറുത്ത് പോരാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കിയാണ് നമ്മൾ പാവയ്ക്ക യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളൊക്കെ ഉള്ളവർക്ക് നല്ല ഇഷ്ടപ്പെടും. കാരണം ക്രിപ്സിയാണ്, പിന്നെ അതിനകത്ത് മുട്ടയെല്ലാം ചേരുന്നതുകൊണ്ട് തന്നെ ഒരു ചിക്കനൊക്കെ വറുക്കുന്നത് അതുപോലെയാണ് ഇതിൻ്റെ ചേരുവകളെല്ലാം ചേർത്തിരിക്കുന്നത്. പക്ഷെ പാവയ്ക്കയാണെന്ന് മാത്രം. എന്നാലും ഈ രീതിയിലൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ വറുത്തെടുക്കാം. കിട്ടാൻ വേണ്ടി നമ്മൾ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ വിനാഗിരി ചേർത്തിട്ടുണ്ട്. പാവയ്ക്കയുടെ ആ കയ്പ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടി, ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്തിരിക്കുന്നത്. അതും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. ഞാൻ ഒരു 10 മിനിറ്റാണ് വെയിറ്റ് ചെയ്തത്. അരമണിക്കൂർ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നാവും. അതിനുശേഷം വറുത്തെടുത്തതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം മറ്റൊരു ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം.